MSFന്റെ മാർച്ച് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന്റെ പരിസരത്തേക്ക് വീണ്ടും നമുക്ക് അവിടേക്കൊന്ന് പോകാം. അവിടെ നേരിയ സംഘർഷമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. MSF പ്രവർത്തകരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയാണ്. സുനിജു തോമസും മുബഷീറും തുടരുന്നുണ്ട്. വെള്ളിമാടുകുന്നിൽ പരീക്ഷയുടെ സമയമാണ്. ഇപ്പോൾ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. വെള്ളിമാടുകുന്നിൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സിനോജ് തോമസ് ചെയ്യുന്നു. സിനോജ്, കൂടുതൽ MSF പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുകയാണോ? സിനോജും മുബഷീറും ഉണ്ട്. ഇപ്പോൾ MSFലെ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നേരത്തെ KSUവിന്റെ പ്രവർത്തകരെത്തി, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെത്തി, MSFന്റെ ഒരു ബാച്ച് നേരത്തെ എത്തി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ MSF പ്രവർത്തകർ വെള്ളിമാടുകുന്നിൽ ഈ ജുവനൈൽ ഹോമിന്റെ പരിസരത്തേക്ക് എത്തിച്ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സിനോജ് നമുക്ക് പോകുന്നത്. സിനോജ്, കൂടുതൽ MSF പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടോ സംഘം ചേർന്ന്? സിനോജും ബഷീറുമുണ്ട്. വെള്ളിമാടുകുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MSF പ്രവർത്തകരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുന്നുണ്ട്. നേരിയ സംഘർഷം ആണുള്ളത്. മുബഷീറുണ്ട്. ഇപ്പോൾ മുബഷീർ, കൂടുതൽ MSF പ്രവർത്തകർ അവിടെ സംഘം ചേർന്നെത്തുന്നുണ്ടോ? ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുബഷീർ, കേൾക്കാൻ കഴിയുമെങ്കിൽ MSF പ്രതിഷേധത്തിൽ നേരിയ സംഘർഷമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളിമാടുകുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ആദ്യം KSU പ്രവർത്തകരെത്തി, പിന്നീട് വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി ഈ ജുവനൈൽ ഹോമിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. അതിനുശേഷം വീണ്ടും MSF പ്രവർത്തകരെത്തി, PK നവാസിനടക്കമുള്ളവരെ കരുതൽ തടങ്കലിലാക്കി. ഇപ്പോൾ അതിനുശേഷം വീണ്ടും MSF പ്രവർത്തകർ ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന്റെ പരിസരത്ത് കൂടുതൽ MSF പ്രവർത്തകരെത്തി. വീണ്ടും പ്രതിഷേധിക്കാനെത്തുമ്പോൾ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് തന്നെ സ്ഥലത്ത് നിന്നും നീക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുബഷീറും സിനോജും തത്സമയം തുടരുന്നുണ്ട്. വെള്ളിമാടുകുന്നിൽ നിന്നും MSFന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പോലീസ് കൊണ്ടുപോവുകയാണ്. സിനോജ്, ഇപ്പോൾ MSFലെ പ്രവർത്തകർ, കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടോ സിനോജ്? MSFന്റെ മൂന്നാം ഘട്ട പ്രതിഷേധമാണ് കാണുന്നത്. 15ഓളം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ എത്തി പ്രതിഷേധിച്ചു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ആദ്യം 20ഓളം പേര് വന്നു. ആ 20 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെയാണ് MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇവിടെ എത്തുകയും അവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ 10-15 MS പ്രവർത്തകർ കൂടി ഈ ജുവനൈൽ ഹോമിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുന്നത്. പരീക്ഷ ഏതായാലും ആരംഭിച്ചിരിക്കുന്നു. 9:30 മണിയായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് MSFന്റെ പ്രവർത്തകർ വീണ്ടും മാർച്ചായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാം തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. ജുവനൈൽ ഹോമിന്റെ മുൻപിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. ഇനി യൂത്ത് കോൺഗ്രസ് കൂടി ഇവിടേക്ക് പ്രതിഷേധമായി എത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ജുവനൈൽ ഹോം. അതിനകത്തും പോലീസിൻ്റെ സുരക്ഷയുണ്ട്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ 2 പ്രവർത്തകർ മതിൽ ചാടി കടന്നു പോയിരുന്നു. അതുകൊണ്ട് ഇത് 5-6 ഏക്കർ വിസ്തൃതിയുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അവിടേക്ക് കൂടുതൽ ആളുകൾ പല സ്ഥലത്തും ചാടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പോലീസും ഇതിന് ചുറ്റും സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പുണ്ട്. ഏത് വഴിക്കാണ് ഈ പ്രതിഷേധക്കാർ അകത്ത് കടക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ കടക്കുന്നവരെ പിടിച്ച് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പോലീസും നോക്കുന്നുണ്ട്. ഏതായാലും വലിയ പോലീസ് സുരക്ഷ ഈ ജുവനൈൽ ഹോമിൻ്റെ പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷ ഏതായാലും ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ എത്തിയ 15ഓളം വരുന്ന MSF പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റിയിരിക്കുന്നത്. അനുകുമാർ. ഓക്കെ, സിനോജാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളിമാടുകുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. MSFന്റെ മൂന്നാം ഘട്ട പ്രതിഷേധമാണ് കണ്ടത്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ ഇപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്.